ആത്മീയം, പൈതൃകം, സംസ്കാരം, വൈവിധ്യമാർന്ന ടൂറിസം അനുഭവങ്ങൾക്ക് സ്വാഗതം മധ്യപ്രദേശിലേക്ക്. തൃശൂർ നഗരം കീഴടക്കി പുലിപ്പടകൾ അങ്ങനെ നീങ്ങുകയാണ്. അരമണി കിലുക്കി പുലിത്താളത്തിനൊത്ത് ചുവട് വെച്ച് പുലിക്കൂട്ടങ്ങൾ നീങ്ങുന്നു. അരുൺ ആലത്തൂരിലേക്ക് പോകുന്നു. അരുൺ, ഇപ്പോൾ കൂടുതൽ വർണ്ണാഭമായ കാഴ്ച തന്നെയാണോ? ഒരുപക്ഷെ സന്ധ്യയോടടുക്കുമ്പോൾ നേരത്തെ കരുതി വെച്ചിരുന്ന പല സർപ്രൈസുകളും അത് നിറക്കൂട്ടുകൾ ആയി തന്നെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? മനോഹരമായിട്ടുള്ള ഓരോ കാഴ്ചകൾ ഇങ്ങനെ കടന്നു വരുന്ന അതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ തെക്കേ ഗോപുരനട ഭാഗത്ത് ആദ്യം വെളിയന്നൂർ ദേശത്തിൻ്റെ പുലികളി സംഘമായിരുന്നു പോയത്. അതിനുശേഷം പിന്നീട് വിയ്യൂറിൻ്റെ ഒരു നിശ്ചല ദൃശ്യം കടന്നുപോയി. ഇപ്പോൾ അടുത്തതായിട്ട് മറ്റൊരു നിശ്ചല ദൃശ്യവും അതുപോലെ തന്നെ പുലിക്കളി സംഘവും കടന്നു വരുന്ന ആ ഒരു കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും എല്ലാ സംഘങ്ങളും, അതായത് ഈ 9 പുലിക്കളി സംഘങ്ങളും റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഈ തൃശ്ശൂർ റൗണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവരെ ആ ചുവടുറപ്പിച്ച് അവിടെ ആ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ അത് ഇങ്ങനെ ആളുകൾ കണ്ടാസ്വദിക്കുന്നു. ആ പുലിക്കൊട്ട് കേട്ടാസ്വദിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും ജനങ്ങൾ അവരെല്ലാം ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാവരും ആവേശത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും ഇങ്ങനെ ക്ഷമയോടെ കാത്തിരുന്നത് ഈ 400-ലേറെ വരുന്ന ആ പുലികളെ കാണാൻ വേണ്ടി തന്നെയാണ്. ആ 400-ലേറെ മനുഷ്യന്മാരുടെ ആ ദേഹത്ത് തീർത്തിട്ടുള്ള വിസ്മയം കാണുന്നതിന് വേണ്ടി തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇത്രയേറെ ആളുകൾ അവർ വലിയ ആവേശത്തോടെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതായാലും ആ നിശ്ചല ദൃശ്യങ്ങൾ ഓരോന്നിങ്ങനെ കടന്നു വരുമ്പോൾ അതിലെന്തൊക്കെയാണ് ഇപ്പോൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇത്തവണത്തെ പുതുമ? ഓരോ വർഷത്തെയും ആ നിശ്ചല ദൃശ്യങ്ങളിൽ ഓരോ പുതുമകൾ കൊണ്ടുവരാറുണ്ട്. ഇത്തവണത്തെ പുതുമയാർന്ന നിശ്ചല ദൃശ്യം എന്താണ്? ആ പുലികൾ ഇങ്ങനെ ആ പുലിക്കൊട്ടിൻ്റെ താളത്തിനൊത്ത് ഇങ്ങനെ ചുവട് വെക്കുമ്പോൾ അവരുടെ ദേഹത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇരുട്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല പുലികൾക്കും ശരീരത്തെ LED ബൾബുണ്ട്, അതുപോലെ തന്നെ തിളങ്ങുന്ന ഫ്ലൂറസൻ പെയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ആ ശരീരത്തിലെ പെയിൻറ്റിൽ ഒളിപ്പിച്ചിരിക്കുന്ന വിസ്മയം, ശരീരത്തെ ആ വസ്ത്രത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന വിസ്മയം, അതൊക്കെ കാണുന്നതിന് വേണ്ടി, അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ തിരക്കായി തുടങ്ങിയിരിക്കുന്നു. അതായത് ആദ്യം ഒരു സംഘമൊക്കെ വരുമ്പോൾ തിരക്ക് കുറവായിരുന്നെങ്കിൽ ഇങ്ങനെ സമയം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ തിരക്കും അതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കുന്നു. തെക്കേ ഗോപുരനടയിൽ തൃശ്ശൂർ പൂരത്തിന് നമുക്ക് കാണാൻ സാധിക്കും. തൃശ്ശൂർ പൂരത്തിന് ഏത് തരത്തിലാണോ ഒന്ന് കാല് വെച്ച് വെക്കാൻ പറ്റില്ല, അത്രയേറെ തിരക്കാണ് തൃശ്ശൂർ പൂരത്തിന് കാണാറുള്ളത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ റൗണ്ടിൽ ഈ തെക്കേ ഗോപുരനട ഭാഗത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ആ ഓരോ നിശ്ചല ദൃശ്യങ്ങളും കാണുന്നതിന് വേണ്ടി എല്ലാവരും ആവേശത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ പുലികൾ ഇങ്ങനെ അരമണി കുലുക്കി ആ കുടവയർ കിലുക്കി അവരിങ്ങനെ പുലിക്കൊട്ടിന്റെ താളത്തിനൊത്ത് ഇങ്ങനെ ചുവടുകൾ വെച്ച് മുന്നേറുന്ന കാഴ്ച, ആ പുലിക്കൊട്ടിന്റെ താളം ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുന്ന കാഴ്ച എന്ത് മനോഹരമാണ് ഈ നിമിഷങ്ങൾ എന്നുള്ളത് തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഈ സന്ധ്യ മയങ്ങുന്ന ഈ സമയത്ത് വലിയ മനോഹരമായിട്ടുള്ള, ഏറെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. അതുപോലെ തന്നെ കാതുകൾക്ക് ഇമ്പമേകുന്ന ആ പുലിക്കൊട്ടിന്റെ താളത്തിനൊത്ത് പുലികൾ മാത്രമല്ല ചുവട് വെക്കുന്നത്. ഇവിടെ ഇത് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ചുറ്റും തടിച്ചുകൂടി നിൽക്കുന്ന ഈ ജനങ്ങൾ അവരും ആ പുലിക്കൊട്ടിന്റെ താളത്തിനൊത്ത് അവരുടെ കൈകൾ ഉയർത്തുന്നു. കുഞ്ഞു കുട്ടികൾ പോലും അവരുടെ കൈകൾ ഉയർത്തി ആ പുലിക്കൊട്ടിന്റെ താളത്തിനൊത്ത് ഇങ്ങനെ അവരൊക്കെ അത് ആസ്വദിക്കുന്ന കാഴ്ച. അതിൽ നിന്ന് തന്നെ നമുക്ക് അത് എത്രത്തോളം മനോഹരമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചുറ്റിലും കാണുന്ന കാഴ്ചകൾ ഒന്നടങ്കം. മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പുലിക്കളിക്ക് ഉള്ള പ്രത്യേകത ഇതിൻ്റെ ഈ ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള മനോഹാരിത ഈ കാഴ്ചകൾക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെയിൽ സമയത്ത്, അതായത് ഒരു 3 മണി സമയത്താണ് പുലിമടകളിൽ നിന്ന് ഈ പുലികൾ പുറത്തേക്ക് ഇറങ്ങിയതെങ്കിൽ ആ 3 മണി സമയത്ത് ആ സൂര്യപ്രകാശത്തിൽ കാണുമ്പോഴുള്ള ആ ഒരു കാഴ്ച അതൊന്ന് വേറെയാണ്. അതിനുശേഷം ഇപ്പോൾ ഈ ഒന്ന് സന്ധ്യ മയങ്ങി ഇരുട്ടായി തുടങ്ങുമ്പോഴുള്ള കാഴ്ച അത് മറ്റൊരു മനോഹാരിതയാണ്. ഈ നിശ്ചല ദൃശ്യങ്ങളിലൊക്കെ വിവിധ ലൈറ്റുകളും മറ്റും ഇട്ടപ്പോഴുള്ള ആ ഭംഗി അതൊക്കെ കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കണ്ട് ഇതൊന്നും നമുക്ക് മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല, തൃശ്ശൂരിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇതെല്ലാം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തിരക്കിങ്ങനെ വർദ്ധിക്കുന്നു, ആളുകൾ വലിയ രീതിയിൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത നിശ്ചല ദൃശ്യം ഇപ്പോൾ
കടന്നു വന്നത് ഇങ്ങനെ ഇപ്പോൾ തൃശ്ശൂർ ശക്തന്റെ തട്ടകത്തിൽ തെക്കേ ഗോപുരനട ഭാഗത്തേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. അതെ, ഓരോ സംഘങ്ങളായി അങ്ങനെ നൃത്തച്ചുവടുകൾ വയ്ക്കുകയാണ്. അരുൺ പറഞ്ഞതുപോലെ തന്നെ സംഘങ്ങളായി തിരിഞ്ഞ് ആദ്യം താളത്തിനൊത്ത് ചുവട് വെച്ച് പിന്നീട് താളം മുറുകുമ്പോൾ അത് ആവേശ കൊടുമുടിയിലേക്ക് എത്തുന്ന കാഴ്ച. ഒരുപക്ഷെ ഈ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനസാഗരവും ഈ പുലികൾക്കൊപ്പം താളച്ചുവടുകൾ വയ്ക്കുന്നതാണോ അരുൺ അവിടെ നിന്നും കാണാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ആ പുലിക്കൾ ഇങ്ങനെ താളം ആ ചുവടുകൾ വെച്ച് ഇങ്ങനെ മുന്നേറുമ്പോൾ അതിനൊത്ത് ഇങ്ങനെ ആളുകളും അവരുടെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി പലരും അതിനൊത്ത് താളം വെക്കുന്നു. ഒപ്പം തന്നെ കുട്ടികളൊക്കെ ഈ പുലിക്കൊട്ട് കേട്ട് അവരും ഒന്ന് അവരുടെ കൈകൊണ്ട് ആ ഒരു മനോഹരമായിട്ടുള്ള ആ കൊട്ട് കേട്ട് ആസ്വദിക്കുന്ന കാഴ്ച. ഒപ്പം തന്നെ ഇപ്പോൾ മൊബൈൽ ക്യാമറകളിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തുകയാണ്. കാരണം ഇതൊന്നും ഇനി ഒരിക്കലും അവർക്ക് കാണണമെങ്കിൽ അടുത്ത ആ ഒരു വർഷം വരെ കാത്തിരിക്കണം എന്നുള്ളതാണ്. ഇതാ ഇപ്പോൾ പുലിക്കൊട്ടിന്റെ ആ താളം ഇങ്ങനെ മുറുകുന്നു. പുലിക്കൊട്ടിന്റെ താളം മുറുകിയപ്പോൾ അന്തരീക്ഷത്തിൽ ആർപ്പുവിളികളും ആരവങ്ങളും ഒക്കെ ഉയരുന്ന കാഴ്ച, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. എല്ലാവരും മൊബൈൽ ക്യാമറകളിലും മറ്റുമൊക്കെ പകർത്തി വെക്കുകയാണ് ഈ മനോഹരമായ ദൃശ്യങ്ങൾ. കാരണം ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇനി നാലോളോട് പറയുക വേണം. തങ്ങളുടെ വീട്ടിലേക്ക് ചിലപ്പോൾ ഇത് വരാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കണം. എന്ത് മനോഹരമാണ് ഈ ഇവിടെ തങ്ങൾ കണ്ടാസ്വദിച്ച ഈ കാഴ്ച എന്നുള്ളത്. ഇതാ ആ പുലിക്കൊട്ടിന്റെ താളം ഇങ്ങനെ അന്തരീക്ഷത്തിൽ അതിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ആ താളം ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. അങ്ങനെ കൊട്ടിക്കയറുമ്പോൾ അന്തരീക്ഷത്തിൽ ഇപ്പോൾ വലിയ ആവേശം ഉയരുന്ന കാഴ്ച. ഏതായാലും ഈ ക്ഷമയോടെ കാത്തിരുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടി തന്നെയാണ് അവർ കാത്തിരുന്നത്. ഇത്ര നേരത്തോളം അവർ ഏറെ നേരമായി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ഈ പുലിക്കൊട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയരുന്നത് കേൾക്കുന്നതിന് വേണ്ടി, പുലികളുടെ ഈ ചുവടുകൾ കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടി, പുലികൾ ഈ കൊട്ടിനനുസരിച്ച് ചുവടുകൾ വെക്കുന്നത് കാണുന്നതിന് വേണ്ടിയൊക്കെ ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു. അവരുടെ ഇടയിലേക്കാണ് ഇപ്പോൾ ഒരു പുലിക്കളി സംഘം എത്തിയിരിക്കുന്നത്. ആ പുലിക്കളി സംഘത്തിന്റെ ആ ചുവടുകൾ വെച്ച് അവരിങ്ങനെ മുന്നോട്ട് പോകുന്ന കാഴ്ച വലിയ മനോഹരമായിട്ടുള്ള കാഴ്ച. ഏതായാലും ആ പുലിക്കളുടെ ഒപ്പം തന്നെ അവിടെ ഒരു നിശ്ചല ദൃശ്യം, വളരെ മനോഹരമായിട്ടുള്ളൊരു നിശ്ചല ദൃശ്യം വരുന്നു. കുടവയർ പുലുക്കിക്കൊണ്ട് ആ നിശ്ചല ദൃശ്യത്തിന് മുകളിലും ഒരു സംഘം പുലികൾ നിൽക്കുന്നു. അതൊരു പുലിമടയാണ്. പുലിയും സിംഹവുമുള്ള ഒരു പാറക്കെട്ടുകൾ നമുക്കൊരു നിശ്ചല ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ആ പുലിയും സിംഹവും ഒക്കെയുള്ള പാറക്കെട്ടുകളുടെ നിശ്ചല ദൃശ്യം, അതിൻ്റെ മനോഹാരിത, അതൊക്കെ ഇങ്ങനെ ആളുകൾ ആസ്വദിക്കുകയാണ്. ഏതായാലും ആ തൃശ്ശൂർ റൗണ്ടിൽ പുലികൾ വലിയ രീതിയിൽ ആളുകളെ മനസ്സ് കീഴടക്കി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ രൗദ്രത കാണുന്നതിന് വേണ്ടി തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷമായി കാത്തിരുന്നത്. ഈ രൗദ്രത, നമുക്കറിയാം രൗദ്രഭാവം എന്നുള്ളത് അത് ഭയപ്പെടുത്തുകയല്ല, മനസ്സിൽ ആനന്ദം നിറയ്ക്കുകയാണ് ഈ രൗദ്രത. ഈ രൗദ്രതയ്ക്കൊത്തുള്ള കൊട്ട്, ആ കൊട്ട് കാതുകൾക്ക് ഇമ്പമേകി അത് വലിയ സന്തോഷം പകരുകയാണ്. അതായത് ഈ 400-ലേറെ വരുന്ന കലാകാരന്മാർ അവർ ഈ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റും തടിച്ചുകൂടിയിട്ടുള്ള 10,000-കണക്കിന് ജനങ്ങളെ അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന കാഴ്ച. ഏതായാലും ആ സന്തോഷത്തിൽ ജനങ്ങൾ ഇങ്ങനെ ആറാടുന്ന കാഴ്ച നമുക്ക് 4ാം ഓണനാളിൽ ആകെ കേരളത്തിലല്ല ലോകത്തിതൊക്കെ കാണാൻ ഒരേ ഒരു ഇടമേ ഉള്ളൂ. അത് തൃശ്ശൂരാണ്, തൃശ്ശൂർ-പേരൂരാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആ തൃശ്ശൂർ-പേരൂരിന്റെ മണ്ണിൻ വലിയ രീതിയിൽ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ സംഘങ്ങളും ഇപ്പോൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ആ നിശ്ചല ദൃശ്യവും ഇപ്പോൾ ആ പുലിക്കളി സംഘം. ശരി അരുൺ, എന്തായാലും നമുക്ക് ആ മനോഹര ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പുലികൾ അങ്ങനെ നഗരവീഥികൾ കീഴടക്കി മുന്നോട്ട് പോവുകയാണ് തത്സമയത്തിലേക്ക്.
താളച്ചുവടുകളുടെ പുലികൾ അങ്ങനെ തൃശൂർ നഗരം കീഴടക്കി മുന്നോട്ട് പോകുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്ത അല്പസമയത്തിനകം. നമസ്തേ. ആരും കൊതിച്ചു